എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് രാമായണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, 12 മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം. പഞ്ഞമാസം എന്നറിയപ്പെടുന്ന ഈ മാസത്തിലാണ് നമ്മൾ രാമായണ പാരായണം കൂടുതലായി നടത്തി വരുന്നത്. നിത്യവും രാമായണം വായിക്കാമെന്നുണ്ടെങ്കിലും ഈ ഒരു മാസത്തെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുവാൻ പല കാരണങ്ങളുമുണ്ട്. പണ്ടൊക്കെ കൃഷി സമയം കഴിഞ്ഞിട്ട് ഈ കർക്കിടക മാസത്തിൽ മറ്റൊരു ജോലിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് എല്ലാവരും രാമായണത്തിൽ മുഴുകിയിരുന്ന് ആ പഞ്ഞമാസം അത് കഴിയുവാൻ വേണ്ടി എല്ലാവരും രാമായണത്തെ ആശ്രയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കഷ്ടതകൾ, മരണങ്ങൾ ഒക്കെ നടക്കുന്ന മാസം കൂടിയാണ് ഈ കർക്കിടകം. അതുകൊണ്ട് തന്നെ രാമായണത്തിലൂടെ അതൊക്കെ അതിജീവിക്കുക എന്നുള്ളതായിരുന്നു പണ്ടുള്ളവർ നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് രാമായണത്തിന് ഏറ്റവും പ്രശസ്തമായ ഒരു മാസമായി കർക്കിടകം മാറി. അപ്പോൾ എല്ലാ ഭവനങ്ങളിലും രാമായണം വായിക്കുന്ന ഒരു പതിവുണ്ട്. രാവിലെയും സന്ധ്യാസമയങ്ങളിലുമൊക്കെ രാമായണം വായിക്കുന്നു. പലരും ആദ്യം തൊട്ട് അവസാനം വരെ ഈ കർക്കിടക മാസത്തിൽ വായിച്ച് തീർക്കുന്നവരുമുണ്ട്. അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഒപ്പം തന്നെ ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി കൂടി രാമായണത്തെ എല്ലാവരും ആശ്രയിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം അതുവഴി കിട്ടുകയും ചെയ്യുന്നു. അതോടുകൂടി വീട്ടിലെ ദുരിതങ്ങളും ഒക്കെ മാറി ഐശ്വര്യം കൈവരുന്നു. ഇപ്പോൾ ചിങ്ങമാസത്തോടു കൂടിയാണ് പിന്നെ സമൃദ്ധിയുടെ കാലം ഉണ്ടാകുന്നത്. വിളകളെല്ലാം കൊയ്യാനും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് ചിങ്ങമാസത്തോടു കൂടിയാണ്. വിവാഹങ്ങൾ, നല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ, ഗൃഹപ്രവേശം ഒക്കെ ചെയ്യുന്നത് ചിങ്ങമാസത്തിലാണ്. അപ്പോൾ ഈ പഞ്ഞമാസം കഴിച്ചു കിട്ടുവാൻ വേണ്ടിയാണ് പണ്ടുള്ളവർ രാമായണം ഒരു പ്രചാരമാസമായി ഈ കർക്കിടകത്തെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചത് തന്നെ. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് രാമായണം ഈ കർക്കിടക മാസത്തിൽ വാങ്ങുന്നത് തന്നെ. അതുതന്നെ രാമായണത്തിൻ്റെ പ്രശസ്തി ഇക്കാലത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ചിരഞ്ജീവിയാണ് ഹനുമാൻ. അതുകൊണ്ട് തന്നെ രാമായണം എവിടെ കേട്ടിരുന്നാലും ഓടിയെത്തുന്ന ആളാണ് ശ്രീ ഹനുമാൻ. ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഹനുമാൻ രാമായണം നമ്മുടെ ഗൃഹങ്ങളിൽ വായിക്കുന്നുവെങ്കിൽ അവിടെ ഓടിയെത്തുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഒരു വീടിന് നല്ലൊരു ഐശ്വര്യവും ആയുരാരോഗ്യ സൗഭാഗ്യവുമൊക്കെ ലഭിക്കും എന്നുള്ളത് കൊണ്ട് രാമായണത്തിന് വീടുകളിൽ പാരായണം ചെയ്യുന്നതിന് പ്രശസ്തി വന്നത് തന്നെ. അപ്പോൾ രാമായണം, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ അഹോരാത്ര രാമായണ പാരായണങ്ങൾ മിക്ക ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നതിനൊപ്പം അഹോരാത്രം രാവിലെ ഒരു 6 മണി മുതൽ തുടങ്ങി രാത്രി 4 മണിയോടുകൂടി അഭിഷേകവും കഴിഞ്ഞ് 4:30 സമാപനം നടത്തുക എന്നുള്ളതാണ് അഹോരാത്ര രാമായണ പാരായണം. ഈ അഹോരാത്ര രാമായണ പാരായണത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ലക്ഷാർച്ചന ചെയ്യുന്നതിൻ്റെ തുല്യമാണ്. അത്രയ്ക്ക് രാമൻ്റെ നാമങ്ങൾ, ശ്രീരാമചന്ദ്രൻ്റെ നാമങ്ങൾ ആ രാമായണത്തിലുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഇരുന്ന് രാമായണം വായിക്കുന്നതിലൂടെ ഒരു ലക്ഷാർച്ചന നടത്തുന്ന പ്രതീതി ഉണ്ടാവും. ഭഗവാന്റെ സാന്നിധ്യവും അനുഗ്രഹവും ആ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും. പല വീടുകളിലും അഹോരാത്ര രാമായണ പാരായണങ്ങൾ നടത്തുന്നുണ്ട്. അതിന് സന്ധ്യാസമയം മാത്രമാണ് ഒരല്പം 1 മണിക്കൂർ നിർത്തിവെക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പല രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീ ഹനുമാൻ സ്വാമിക്ക് സ്നാനാദി കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി കൂടിയാണ് നിർത്തിവെക്കുന്നതുണ്ട്. പിന്നെ ആ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ആ സമയത്ത് 6:30 നടത്തുന്നത്. ആ സമയത്ത് അതുകൊണ്ടാണ് നിർത്തിവെക്കുന്നത് എന്നുമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ഇടവേള കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള വായനയാണ്. ധാരാളം പേർ വന്ന് ഒരു വരിയെങ്കിലും വായിച്ചിട്ട് പോകുന്ന ഒരു അനുഭവമാണ് ഈ അഹോരാത്ര രാമായണ പാരായണത്തിൽ കണ്ടുവരുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാമമന്ത്രം ഇങ്ങനെ ഉയരുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഹനുമാൻ സ്വാമി ഒരേ ഒരു വരം മാത്രമാണ് ഭഗവാനോട് ചോദിച്ചത്. രാമനാമം ഈ ഭൂമിയിലുള്ള കാലം മുഴുവനും എനിക്ക് ജീവിച്ചിരിക്കുവാനുള്ള അവകാശം തരണേ ഭഗവാനെ എന്നാണ്. ഇപ്പോൾ രാമനാമം ഇല്ലെങ്കിൽ ഹനുമാൻ മരണമാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഈ നാമം, രാമനാമം
ഉള്ളിടത്തോളം കാലം ഹനുമാൻ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭവനങ്ങളിലും സന്ധ്യാസമയത്ത് രാമ 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 പാഹിമാം എന്നുള്ള ഇത് ശ്ലോകങ്ങളുമൊക്കെ ചൊല്ലുന്ന പതിവുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും നല്ല ഒരു കാര്യമാണ് രാമായണ പാരായണം എന്നുള്ളത്. അതൊക്കെ പഠിക്കുവാനും ഒക്കെ എളുപ്പമാണ്. നല്ല മലയാളത്തിൽ എഴുത്തച്ഛൻ രാമായണം വിവർത്തനം ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലായിടത്തും രാമായണം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രാമായണമാണ് പാരായണം ചെയ്യുന്നത് തന്നെ. അപ്പോൾ രാമായണം വായിക്കും തോറും എത്ര വായിച്ചിരുന്നാലും മതിവരാത്ത ഒരു ഗ്രന്ഥമാണ്. വായിക്കും തോറും അത് വീണ്ടും വീണ്ടും വായിക്കണമെന്നുള്ള ഒരു ഉത്സാഹം ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥമാണ്. വേറെ ഏതെങ്കിലും പുസ്തകമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ രണ്ടാമത് വായിക്കുവാൻ തോന്നുകയില്ല. പക്ഷെ രാമായണത്തിന് 100 1000 പ്രാവശ്യമോ വായിച്ചിരുന്നാലും വീണ്ടും വീണ്ടും വായിക്കണമെന്ന് തോന്നുന്നത് അതിലെ ഭക്തി തന്നെയാണ്. അത്രയ്ക്ക് മഹത്തരമായിട്ടാണ് എഴുത്തച്ഛൻ ഇത് നമുക്ക് എഴുതി തന്നിട്ടുള്ളത്, വിവർത്തനം ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ രാമായണം നമ്മുടെ കഷ്ടതകളും ഒക്കെ മാറി ഐശ്വര്യം പകർന്നു തരുന്ന ഒന്നാണ് എന്നുള്ളതിൽ സത്യമാണ്. എല്ലാവരും രാമായണം വായിക്കണം. ആ പുസ്തകം കടുകട്ടിയൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും വായിക്കാവുന്നതേ ഉള്ളൂ. ഒരു വീട്ടിൽ ഒരു രാമായണമെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം ക്ഷണിച്ചു വരുത്തും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ എല്ലാവരും രാമായണം വായിക്കുക, പഠിക്കുക, ശ്രീരാമചന്ദ്രസ്വാമിയെ മനസ്സാ വിചാരിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.